ശ്രീ ശ്യാംരാജ്, നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിന്റെ പേരിലാണ് തരൂരും കോൺഗ്രസും തമ്മിൽ അകലുന്നത്. അദ്ദേഹത്തിന് പല വിധത്തിൽ ഏതാണ്ട് കഴിഞ്ഞ ദിവസം പോലും ഗൗതം ഗംഭീറുമായി ബന്ധപ്പെട്ടിരുന്ന പോസ്റ്റിൽ പോലും പ്രധാനമന്ത്രിയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന മനുഷ്യൻ എന്ന പ്രശംസ തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ കൂടെ കൂട്ടാനുള്ള സാധ്യതയും സാഹചര്യവും നിങ്ങൾക്ക് ഒരു തരത്തിലും ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോവുകയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, പ്രത്യയശാസ്ത്രം ഒക്കെ അതിന് പ്രശ്നമായി തീരുകയാണ്. അതാണോ തരൂരിന് ഇങ്ങനെ ഒരു മാർഗം തേടേണ്ടി വരുന്നത്, ഇത്തരം ചർച്ചകളിലേക്ക് കടക്കേണ്ടി വരുന്നത്? ഒന്ന്, ശ്രീ ശശി തരൂർ ഈ മാർഗം ഏത് മാർഗമാണ് തേടിയത്? ഒന്ന്, അദ്ദേഹം അസ്വസ്ഥനാണ്, അസംതൃപ്തനാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം തേടിയ വഴി എന്താണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇനി കോൺഗ്രസിൽ നിന്ന് എത്രയോ പേര് BJP-യിലേക്ക് വന്നിരിക്കുന്നു, ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ, ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെ, ശ്രീമതി പുരന്ദരേശ്വരി ഉൾപ്പെടെ, കേരളത്തിൽ ശ്രീ K. രാധാകൃഷ്ണനും ശ്രീ പന്തളം പ്രതാപനും ഉൾപ്പെടെ വലിയൊരു നിര തന്നെ സംസ്ഥാനങ്ങളിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ 20 മണിക്കൂർ കൊണ്ട് തീരാൻ പറ്റാത്തത്ര ലിസ്റ്റുകളുണ്ട്. കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വന്തമായിട്ട് അഭിപ്രായവും അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിവും വ്യക്തിത്വവും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ശ്രീ ശശി തരൂരിനെ പോലെ ലോക കാഴ്ചപ്പാടുകളുള്ള UN-ന്റെ അണ്ടർ സെക്രട്ടറി ജനറൽ വരെ ആയിരുന്ന ഒരു വ്യക്തിക്ക് ആ പാർട്ടിക്കുള്ളിൽ വീർപ്പ് മുട്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത്, ഞങ്ങളിലേക്ക് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കോൺഗ്രസിൽ നിന്നും ഇതര പാർട്ടികളിൽ നിന്നും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വന്നിട്ടുണ്ട്. ഇതര പാർട്ടികളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു ചേർന്നിട്ടുള്ളത് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടും വ്യക്തിപരമായിട്ടുള്ള ഭാവിയുള്ളത് കൊണ്ടും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ കൊണ്ടും BJP തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഇവിടെ അദ്ദേഹത്തിന്റെ വഴി തെരഞ്ഞെടുത്തിട്ടുണ്ടോ ഇല്ലയോ, വഴി തെരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ പറയുന്ന വഴി ഏതാണ് എന്ന് എനിക്ക് വ്യക്തവുമല്ല. അതെന്തായാലും നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ഇതിന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹത്തെ പോലെ ശ്രീ ശശി തരൂരിനെ പോലെ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ശ്രീ ശശി തരൂരിനെ പോലെയുള്ള ഒരാൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ വലിയ ഒരു ചർച്ച നടക്കുമ്പോൾ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് അന്നത്തെ KSU-കാരൊക്കെ ഉയർത്തി കാണിച്ചിരുന്നത് ശ്രീ രാഹുൽ ഗാന്ധി ആയിരുന്നു. ഇന്ന് 15-20 വർഷത്തിന് ശേഷം ഞങ്ങളൊക്കെ യുവമോർച്ച കഴിഞ്ഞ് KSU വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം വിട്ട് സംഘടനയും വിട്ട് മെയിൻ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും ഇന്നും ശ്രീ രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് പാർട്ടി. എന്ന് പറഞ്ഞാൽ ആ ഒരു കുടുംബത്തെ വട്ടമിട്ട്, ഒരു നെഹ്റു കുടുംബത്തെ വട്ടമിട്ട് മറ്റൊരാൾക്കും കഴിവും പ്രാപ്തിയും വീക്ഷണവുമുള്ള മറ്റൊരാൾക്കും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്ര രീതിയിൽ കോൺഗ്രസ് പാർട്ടി ചുരുങ്ങി പോയിരിക്കുകയാണ്. ഇപ്പൊ ഉപ്പുവെച്ചവന്റെ കറമ്പലതായിട്ടുണ്ട്. ചുരുങ്ങി കോൺഗ്രസ് പാർട്ടി ഇല്ലാതെ ആയിരിക്കുകയാണ്. ഇന്ന് നോക്കൂ, ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്തിൽ മറ്റൊരു പാർട്ടിയുടെ ഒരു ഊന്നുവടി പോലെ മറ്റൊരു പാർട്ടിയെ ഊന്നാതെ അല്ലെ അതിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത തരത്തിലായിട്ട് കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുകയാണ്. അതൊരു അപവാദം എന്ന് പറയപ്പെടുന്നത് കേരളത്തിലാണെങ്കിൽ പോലും കേരളത്തിലും UDF എന്ന് പറയുന്ന സംവിധാനമാണ്. അതല്ലാതെ ഒറ്റയ്ക്ക് ഇപ്പൊ നിങ്ങൾ ഉത്തർപ്രദേശിലെ അവസ്ഥ എന്താണ്, ബീഹാറിലെ അവസ്ഥ എന്താണ്, മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ പറയേണ്ട ആവശ്യമില്ല. ഒരു സംസ്ഥാനങ്ങളിലും തന്നെ, പിന്നെ ചുരുക്കം 1-2 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ചെറിയ മാറ്റങ്ങളുള്ളത്. അങ്ങനെ പറ്റാത്ത ഒരു പാർട്ടിയിൽ നിന്ന് ശ്രീ ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടരാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിന്റെ അടുത്ത പകുതിയാണ് ഇതിനകത്ത് രസകരം എന്ന് പറയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിയിലേക്ക് ശ്രീ ശശി തരൂരിന് എങ്ങനെ പോകാൻ വേണ്ടി സാധിക്കും എന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. ഒന്ന്, അദ്ദേഹത്തെ പോലെ ലോക വീക്ഷണമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള, ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു ആശയത്തിന്റെ ഒപ്പം എങ്ങനെ ചേർന്ന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റും? അവിടെയാണ് അടിസ്ഥാനപരമെന്ന് പറയാനുള്ള പ്രശ്നം. ആശയപരമായിട്ട് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ചേർന്ന് പോവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹം എരുതിയിൽ നിന്നും വളചട്ടിയിൽ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ കുഴിയിൽ നിന്നും പടുകുഴിയിൽ നിന്ന് കേക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആവാൻ വേണ്ടി സാധ്യതയുള്ളൂ കോൺഗ്രസ് വിട്ടിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോവുകയാണെങ്കിൽ. കാരണം ആശയപരമായിട്ട് 40 വർഷമായിട്ട് പിന്നിലുള്ള, ആശയപരമായിട്ട് പിന്നിൽ കഴിയുന്ന ഒരു പ്രസ്ഥാനം, അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നോക്കുമെങ്കിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിന്റെ ഏറ്റവും അറ്റത്ത് ഇവരൊക്കെ പറയുന്ന പോലെ വെറും ഒരു ചെറിയൊരു തീക്കനൽ മാത്രമായിട്ട്, ചെറു തരിയായിട്ട് മാത്രം നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിലിട്ട് ശ്രീ ശശി തരൂരിനെ പോലെ ഒരാളെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്ന്, ആശയപരമായിട്ട് അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. 2, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ഇനി ആ പാർട്ടിയുടെ ഇന്ത്യയിലെ സ്പേസ് എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്ന് മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ വലിയ വായില് വർത്തമാനം പറയുന്നതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്തില്ല, കണ്ണൂരിൽ ഇരുന്നിട്ട്
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.